അതാണ് റൂട്ട്സ്. നമ്മളിലേക്ക് ചുരുങ്ങി ഏകാന്തതയിൽ ഒറ്റപ്പെട്ട് നമ്മൾ ചിലവഴിച്ച മറക്കാൻ ആഗ്രഹിക്കുന്ന ആ ദിവസങ്ങളിൽ നമുക്ക് കൂട്ടായിരുന്നത് സിനിമ എന്നൊരു വലിയ കലാസൃഷ്ടി തന്നെയാണ്. ഒരു പക്ഷേ OTT പ്ലാറ്റ്ഫോം എന്നുള്ള ഒരു നവ ഐഡിയക്ക് തുടക്കം കുറിക്കാൻ കാരണമായതും ആ ഒരു കാലഘട്ടം തന്നെയാണ്. തിയേറ്ററുകളിൽ സിനിമ സജീവമായി നിലനിൽക്കുന്നതിനൊപ്പം തന്നെ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മുടെ റൂട്ട്സിലൂടെ കലാ സൃഷ്ടികൾ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. റൂട്ട്സിന്റെ ഏറ്റവും പ്രധാന വ്യക്തികളിൽ ഒരാൾ, വിദേശ മലയാളികളുടെ മനസ്സും കലാ താല്പര്യങ്ങളും അടുത്ത് അറിയാവുന്ന നമ്മുടെ ഡയറക്ടേഴ്സിൽ ഒരാൾ കൂടിയായ ഡോക്ടർ ആശാ നായരെ ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കാനായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവമായ സ്വാഗതാശംസകൾ. കഴിഞ്ഞ 10-25 വർഷമായി വിദേശങ്ങളിൽ, അതായത് ബ്രിട്ടനിലും ദുബായിലുമായി ആരോഗ്യരംഗത്ത് സേവനമനുഷ്ഠിച്ചിട്ടുള്ള തിരിച്ചു വന്നിട്ടുള്ള ഒരു മലയാളിയാണ് ഞാൻ. അവിടെയെല്ലാമുള്ള എല്ലാ മലയാളികളോടും സംസാരിച്ചിരിക്കുമ്പോൾ പൊങ്ങി വന്നിട്ടുള്ള 1-2 ആശയങ്ങളുണ്ട്. ഒന്ന്, ലോകമെമ്പാടുമുള്ള മലയാളികൾ അവരവരുടെ ഹൃദയങ്ങളിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൊച്ചു കേരളമുണ്ട്. ആ കേരളത്തിൻ്റെ പുതിയ പുതിയ സിനിമകളും നല്ല സിനിമകളും കലാ സാംസ്കാരിക പരിപാടികളും കാണാൻ എല്ലാവർക്കും അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്. എന്നാൽ ഇതിനുള്ള ഒരു അവസരം വളരെ ദുർലഭമാണ്. സിനിമ തിയേറ്ററുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇല്ല. ഉള്ളതിൽ മലയാളം കാണിക്കാറില്ല സാധാരണയായിട്ട്. പരിപാടികൾ കാണാനും അതിലേറെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അന്താരാഷ്ട്ര OTT പ്ലാറ്റ്ഫോംസ് മലയാളത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇരുന്ന് പലതവണ പലരുമായി സംസാരിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു സ്വപ്ന സങ്കല്പമാണ് ഇന്നിവിടെ റൂട്ട്സ് എന്ന പേരിൽ പിറവിയെടുക്കുന്നത്, ഈ എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോം. എന്തുകൊണ്ട് മലയാളികൾക്ക് സ്വന്തമായി അവനവൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിക്കൂടാ എന്നുള്ളതായിരുന്നു ആശയം. ഞങ്ങളിൽ ചിലർ പ്രിയ സുഹൃത്ത് ജയരാജനെ സമീപിക്കുകയും ജയരാജന് നേതൃത്വം കൊടുക്കാം എന്ന് നേരിട്ട് മുൻപോട്ട് വരികയും ചെയ്തു. നല്ല സിനിമകളും അതേപോലെ തന്നെ കലാ സാംസ്കാരിക പരിപാടികളും യാത്രാ വിവരണങ്ങളും എല്ലാം മലയാള ഭാഷയിലും ഇതര ഭാഷകളിലും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് റൂട്ട്സിൻ്റെ ജന്മോദ്ദേശം. അതുപോലെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, ഒരുപാട് സിനിമകൾ കഴിഞ്ഞ ഒരു വർഷമായി കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പൂർത്തിയായിട്ടും കെട്ടിക്കിടക്കുന്നുണ്ട്. ഒരുപാട് കലാകാരന്മാർക്കും ചലച്ചിത്ര രംഗത്തെ സാങ്കേതിക വിദഗ്ധർക്കും തൊഴിലില്ലായ്മയും അവസരമില്ലായ്മയും വേതനമില്ലായ്മയും എല്ലാം നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കി സാംസ്കാരിക കലാകാരന്മാർക്കും
കലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കും ഇവർക്ക് എല്ലാവർക്കും തന്നെ അവസരവും സഹായവും കൊടുക്കാനായിട്ട് ഞങ്ങളുടെ റൂട്ട്സിന് സാധിക്കും എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. റൂട്ട്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുവാൻ പ്രിയ സുഹൃത്ത് ജയരാജനെ ക്ഷണിക്കുന്നു. അതേസമയം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കോവിഡിൻ്റെ സകല ബുദ്ധിമുട്ടുകളും അല്ലാതെയുള്ള തിരക്കുകളും തരണം ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കും, സാങ്കേതിക വിദഗ്ധർക്കും, കലാകാരന്മാർക്കും, ചലച്ചിത്ര രംഗത്തെ മഹാരഥന്മാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതാശംസകൾ. നമസ്കാരം. താങ്ക് യു സോ മച്ച് ആശ മാം. ലോകത്തിന് മുന്നിലേക്ക് മലയാള സിനിമയുടെ വ്യത്യസ്ത വഴികൾ പരിചയപ്പെടുത്തിയ, പരീക്ഷണങ്ങളുടെ പാതയിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന, ആ പാതയിൽ എന്നും പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും കൂടിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ സംവിധായകൻ ശ്രീ ജയരാജ് സാറിനെ റൂട്ട്സ് OTT പ്ലാറ്റ്ഫോം വ്യക്തമായി നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുവാനായി വേദിയിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗുരുക്കന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ, ഇതൊരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷമാണ്. ജീവിതത്തിൽ സിനിമ ആണ് ആദ്യത്തെ പരീക്ഷണം. ഒരുപക്ഷെ സിനിമയിൽ വന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇനിയുള്ള ജന്മങ്ങളിലും ഈ തൊഴിൽ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. സിനിമയുടെ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തന്ന ഗുരുക്കന്മാരും ഗുരുതുല്യരും ലോക സിനിമയിലും നമ്മുടെ സിനിമയിലും ഒരുപാട് പേരുണ്ട്. സിനിമയുടെ കാര്യത്തിൽ ലോകം ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. ലോകത്തെ ഒരു വലിയ മഹാമാരി കീഴടക്കുമെന്ന് ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഈ സമയത്ത് ഏകാന്തതയുടെ തടവറയിൽ നമ്മളെ രക്ഷിച്ചത് കലാസൃഷ്ടികൾ തന്നെയാണ്, പ്രത്യേകിച്ചും സിനിമ. പക്ഷേ സിനിമ സർവൈവ് ചെയ്തേ പറ്റൂ, സിനിമ നിലനിൽക്കും എന്നും ഇക്കാലത്ത്. അവിടെയാണ്, ഈ ഏകാന്തതയിലാണ് ഞാനും ചിന്തിച്ചത് ആദ്യമായി. എന്തുകൊണ്ട്, എങ്ങനെ സിനിമ എത്തിക്കണം വീണ്ടും വീണ്ടും? തിയേറ്ററുകളിൽ സിനിമകളെ നിരാകരിച്ചുകൊണ്ടോ എതിർത്തുകൊണ്ടോ അല്ല, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ ലോക മനസ്സുകളിലേക്ക് സിനിമ എത്തിക്കുവാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്തയാണ്. കയ്യിൽ ഒന്നും പണമില്ലാത്ത അവസ്ഥയിൽ പോലും ഞാൻ ചിന്തിച്ചത്. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ തുണയായി വരികയും റൂട്ട്സ് എന്ന OTT പ്ലാറ്റ്ഫോം എന്ന ഒരു വലിയ സ്വപ്നം പിറവിയെടുക്കുകയും ചെയ്തു. 3 കാര്യങ്ങൾ: സിനിമ, സംസ്കാരം, അതുപോലെ തന്നെ പ്രകൃതി. സിനിമ അടിസ്ഥാനമാണ്. ലോക മനസാക്ഷിയുടെ മുന്നിൽ സിനിമയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മൾ കണ്ടു കഴിഞ്ഞു. ജീവിതത്തെ, യഥാർത്ഥ ജീവിതത്തെ മുന്നിൽ കാണുവാൻ സിനിമയ്ക്ക് കാണിക്കുവാൻ സിനിമയ്ക്ക് കഴിയും. ഇവിടെ റൂട്ട്സ് വിഭാവനം ചെയ്യുന്നത് പ്രാദേശിക ഭാഷാ ചിത്രങ്ങളെ കൂടുതൽ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. നമ്മളിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഭാഷ നഷ്ടപ്പെട്ടാൽ സംസ്കാരമില്ല. അതുകൊണ്ട് ഭാഷയെ തിരിച്ചു കൊണ്ടുവരുന്നതിലൂടെ സിനിമ എന്ന കലാരൂപത്തെ കൂടുതൽ മുറുക്ക പിടിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായി ജനങ്ങളിലേക്ക്, നമ്മളിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഭാഷ ഒരുപാടുണ്ട്. ഇന്ത്യയിൽ തന്നെ 100-ൽ കൂടുതൽ ഭാഷകളാണ്. അതിലെല്ലാത്തിലും സിനിമകളില്ല. സിനിമ ചെയ്യണം. ഭാരതത്തിന് പുറത്തും ഒട്ടനവധി ഭാഷകളുണ്ട്, അതിലും സിനിമ നിർമ്മിക്കണം. അങ്ങനെ പ്രാദേശിക ഭാഷാ സിനിമകൾ കൂടുതൽ നിർമ്മിച്ചുകൊണ്ട് ഒരു വലിയ പ്ലാറ്റ്ഫോം ലോക മലയാളികൾക്ക് വേണ്ടിയാണ്. കാരണം ലോകത്തിന്റെ എല്ലാ മൂലയിലും മലയാളി മനസ്സുണ്ട്, മലയാളികളുണ്ട്, ശ്രോതാക്കളുണ്ട്.
ഇന്നും മലയാള സിനിമ മാത്രമല്ല, ലോക സിനിമ മുഴുവൻ കാത്തിരിക്കുന്ന മലയാളി പ്രേക്ഷക ഹൃദയങ്ങളുണ്ട്. ഇത് മലയാള സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല. പലപ്പോഴും ഫെസ്റ്റിവലിന് വരുന്ന സിനിമകൾ കാണാൻ കഴിയാതെ ബുദ്ധിമുട്ടാറുണ്ട്. ഇവിടെ ലോകത്തിലിറങ്ങുന്ന കാൻ ഫിലിം ഫെസ്റ്റിവൽ തൊട്ട് നമ്മളിന്നിവിടെ നിർമ്മിക്കുന്ന പരീക്ഷണ ചിത്രങ്ങൾ വരെ ഒരുപക്ഷെ എല്ലാ സിനിമകളും നമുക്ക് റൂട്ട്സിലൂടെ കാണിക്കാൻ കഴിയും. അവസരം കിട്ടുന്ന സിനിമകൾ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് അതിനുശേഷവും ഈ പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യാൻ കഴിയും. സിനിമ മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ അർത്ഥവത്തായ കലാസൃഷ്ടി തന്നെയാണ്. ആർക്കും അതിനെ തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മൾ കാലം വിട്ടു പോയാലും സിനിമ നിലനിൽക്കുകയും ചെയ്യും. എത്രയും കാലം സിനിമ നിലനിൽക്കും. അതാണ് ചരിത്രം. എത്രയോ മഹാരഥന്മാര് നമ്മൾക്ക് പകർന്നു തന്ന ആ പരീക്ഷണ സൃഷ്ടിയുടെ ഏറ്റവും വലിയ അർത്ഥവത്തായ മുഖങ്ങൾ നമുക്കിനിയും തുടരുവാൻ കഴിയും. രണ്ടാമത് കല അടിസ്ഥാനമാണ്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം കലയിലൂന്നി സംസ്കാരവുമാണ്. ഓരോ നാടും തിരിച്ചറിയുന്നത് സംസ്കാരത്തിലൂടെയാണ്, കലയിലൂടെയാണ്. എല്ലാം ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, രുചിയും വസ്ത്രവും എല്ലാം ഒന്നായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, തല കുമ്പിട്ടിരുന്ന് ഇന്റർനെറ്റിലേക്കോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്കോ നമ്മൾ കുനിഞ്ഞിരിക്കുന്ന ഈ കാലത്ത് നമ്മൾക്ക് സ്വന്തമായുള്ള കലയാണ് ലോകത്തിന്റെ മുന്നിലേക്ക് നമുക്ക് തുറന്ന് കാണിക്കുവാൻ കഴിയുന്ന ഏക ഉപാധി. അതുകൊണ്ട് തന്നെ കല അത്രമാത്രം സംസ്കാരത്തിലൂന്നി മനുഷ്യ ഹൃദയത്തിലൂന്നി നിൽക്കുന്നു. സിനിമയും കലയും ഇനി പ്രകൃതിയാണ്. മനുഷ്യൻ നശിപ്പിക്കുന്ന ഏക കാര്യം പ്രകൃതി തന്നെയാണ്. ഇവിടെ പുനഃസൃഷ്ടിക്കുകയാണ്. ഒരു സബ്സ്ക്രൈബർ ചേരുമ്പോൾ ഒരു മരത്തെ നടും എന്നുള്ള ചിന്തയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം പ്രകൃതിയോടുള്ളത്. 1,00,000 സബ്സ്ക്രൈബേഴ്സ് ചേർന്ന് കഴിയുമ്പോൾ 1,00,000 മരത്തൈകൾ നടുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ചിന്തയായിരിക്കും. അങ്ങനെ കലയും സിനിമയും പ്രകൃതിയും ഒത്തുചേർന്ന് ഒരു OTT പ്ലാറ്റ്ഫോം. ആരെയും വെല്ലുവിളിക്കാനല്ല, സിനിമയിൽ പ്രവർത്തിക്കുന്നവരെയും സിനിമ ആസ്വദിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് കൂടുതൽ സജീവമായി യുവതലമുറയിൽ മുഴുവൻ ചെറുപ്പക്കാരെയും സിനിമ ആഗ്രഹിക്കുന്നവരെ മുഴുവൻ അവസരം കൊടുത്ത് ഈ പ്ലാറ്റ്ഫോമിലൂടെ സിനിമ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തു പരീക്ഷണം ചെയ്യുവാനും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇനി ചിന്തിച്ചോളൂ, സ്വാതന്ത്ര്യത്തിൻ്റെ ജനങ്ങളാണ്. കാരണം എന്ത് പരീക്ഷണവും നിങ്ങൾ ചിന്തിച്ചോളൂ. കാരണം ഒരുപാട് ലിമിറ്റേഷൻസ് ഞാൻ ഉൾപ്പെടെ അനുഭവിച്ചിട്ടുണ്ട് സിനിമയിൽ. അവിടെ ഒന്നും വേണ്ട, നിങ്ങളുടെ ചിന്ത മാത്രം മതി. ഏറ്റവും സുന്ദരമായ ഒരു ചിന്ത സിനിമയാക്കി മാറ്റുവാൻ പുതിയ തലമുറയെ റൂട്ട്സ് ക്ഷണിക്കുകയാണ്. ഇത് നമ്മളുടെ എല്ലാം കൂട്ടായ മലയാള സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ, മലയാളികളുടെ, പ്രത്യേകിച്ചും ലോക മലയാളികളുടെ പ്ലാറ്റ്ഫോമായി മാറണം. മഹാരഥന്മാരായ സാഹിത്യകാരന്മാരുടെ സാഹിത്യ സൃഷ്ടികൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ സിനിമയാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ കുലപതിയായ എഴുത്തുകാരൻ വാസുവേട്ടൻ, MT വാസുദേവൻ നായരുടെ കഥകൾ സിനിമയാവുന്നു. T പത്മനാഭൻ്റെ കഥകൾ സിനിമയാവുന്നു. M മുകുന്ദൻ്റെ കഥകൾ സിനിമയാവുന്നു. ഓർത്തു നോക്കൂ, നമ്മളൊക്കെ വായിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഉല്ലസിച്ച ഒരു വായനാകാലം ഇതൊക്കെ സിനിമയായി മാറുന്ന ഒരു സങ്കല്പമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാവരെയും കാലിൽ തൊട്ട് മനസ്സുകൊണ്ട് നമിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ദീർഘവീക്ഷണമുള്ള നവീനമായ ആശയങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു കപ്പിത്താന്റെ വാക്കുകളിലൂടെ റൂട്ട്സിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഏതൊരു സംരംഭത്തിന്റെയും അടിത്തറ വിപുലമായ വിതരണ ശൃംഖലയാണ്. മൊബൈൽ ഫോൺ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള എന്ന വലിയ ശൃംഖലയുടെ രക്ഷാധികാരി ഷിഹാൻ ബാഷിയെ റൂട്ട്സിനെ കുറിച്ച് സംസാരിക്കാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനീയനായ ശ്രീ
മാഡം ഇവിടെ സ്വാഗതം ആശംസിച്ച റൂട്ട്സിൻ്റെ എല്ലാമായിട്ടുള്ള ശ്രീ ജയരാജൻ സാർ, അതുപോലെ ഇവിടെ സന്നിധരായിരിക്കുന്ന സിനിമാ ലോകത്തെ മഹാരഥന്മാരെ, മൊബൈൽ ഫോൺ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സദ്ദാം, മൊബൈൽ ഫോൺ അസോസിയേഷൻ ഓഫ് കേരളയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ അൻസിൻ അടക്കം ഇവിടെ പങ്കെടുത്തിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ, പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, റൂട്ട്സിനെ സംബന്ധിച്ച് വിശദമായി തന്നെ ബഹുമാനീയനായ ജയരാജൻ സാർ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഡ്രീം ഒരു ടീമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുവാൻ പോവുകയാണ്. പ്രകൃതിയോടുള്ള അഗാധമായ സ്നേഹം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റൂട്ട്സ് മലയാളികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പം നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടാവും എനിക്കുള്ള റോൾ എന്താണ് എന്നുള്ളത്. കേരളത്തിലെ മൊബൈൽ വ്യാപാരം ചെയ്യുന്ന കച്ചവടക്കാരുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ മൊബൈൽ ഫോൺ റീറ്റെയിൽ അസോസിയേഷൻ ഓഫ് കേരള എന്ന സംഘടനയെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇങ്ങനൊരു സംരംഭം സാറിനെ സംബന്ധിച്ച് ഈ സിനിമ എത്തുന്നത് വരെ നമുക്ക് അവിടെ വരെ ഒരു റോളും ഇല്ല. സിനിമ സാറ് നിർമ്മിക്കുന്നു, ആ സിനിമ റൂട്ട്സിലൂടെ എത്തുന്നു. പക്ഷേ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഭാഗത്താണ് നമുക്കുള്ള റോള് തുടങ്ങുന്നത്. നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ പണിയെടുക്കുന്ന മേഖലയാണ് മൊബൈൽ വ്യാപാര മേഖല. എന്നാൽ തീർത്തും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന, പ്രത്യേകിച്ച് കോവിഡ് കൂടി വന്നപ്പോൾ ഞങ്ങളൊക്കെ വലിയ പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ സമയത്തൊക്കെ ഈ കോവിഡ് വരുന്നതിന് കുറച്ച് മുൻപൊക്കെ തന്നെ ഞാനും ബഹുമാനനായ ജയരാജ് സാറുമായി സംസാരിച്ചു. ഇതെങ്ങനെ വിതരണക്കാരായ ഞങ്ങളിൽ വഴി ആളുകളിലേക്ക് എത്തിക്കാം എന്ന ഡിസ്കഷന് ശേഷമാണ് റൂട്ട്സും MPRAK എന്ന മഹത്തായ സംഘടനയും കൂടി കൂട്ടിയോജിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ റൂട്ട്സ് ഒരു വ്യൂവേഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ആളെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യിക്കുമ്പോൾ മാന്യമായ ഒരു ലാഭവിഹിതം ആ വ്യാപാരിക്ക് കൂടി ലഭിച്ചുകൊണ്ടാണ് റൂട്ട്സ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ള വിശ്വാസവും ഞങ്ങളുടെ സംഘടനയുടെ വലിയ അടിത്തറയും ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ലക്ഷം കണക്കിന് വ്യൂവേഴ്സിലേക്ക് ഇതെത്തിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജയരാജ് സാറിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം ഒരു കോർപ്പറേറ്റുകളാണോ എന്നുള്ള വലിയ ആകാംക്ഷയിലാണ് ജയരാജ് സാറിനെ ആദ്യം ഞാൻ പരിചയപ്പെടുന്നത്. പിന്നീടാണ് മനസ്സിലായത് ഞങ്ങൾക്കൊപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഞങ്ങൾ സംഘടന പൂർണ്ണമായും റൂട്ട്സിൻ്റെ സൈൻ ചെയ്തുകൊണ്ട് സംഘടനയിൽ നിന്നും, ഞാനന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്നു, സംഘടനയിൽ നിന്നും ഒരാളെ റൂട്ട്സിൻ്റെ ബോർഡ് മെമ്പറിലേക്ക് കൊണ്ടുവരാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിലവിൽ ഇതിൻ്റെ ബോർഡ് മെമ്പർഷിപ്പിൽ വരികയും ഇതിൻ്റെ പ്രവർത്തനവുമായി ഇനി ഒരുമിച്ച് ഞങ്ങൾ കൈകോർത്ത് മുൻപോട്ട് പോകും. തീർച്ചയായിട്ടും റൂട്ട്സ് വളരുന്നതോടൊപ്പം കേരളത്തിലെ ചെറുകിട മൊബൈൽ വ്യാപാരികൾക്കും വളർച്ചയുണ്ടാകും. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഓഫറും നമുക്ക് വളരെ വലിയ ഓഫറാണ്. ഒരു പ്രാവശ്യം ഒരു ആളിനെ നമ്മുടെ അതിൽ അംഗത്വം എടുപ്പിച്ചാൽ അദ്ദേഹം എത്ര സമയം ഉപയോഗിച്ചാലും അതിൻ്റെ ഒരു ലാഭവിഹിതം അദ്ദേഹം ആ വ്യാപാരിക്ക് നൽകും എന്നുള്ള ഒരു ഉറപ്പ്. അത്തരത്തിൽ റൂട്ട്സിനെ സംബന്ധിച്ച് പ്രകൃതിയെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന ജയരാജ് സാറിനോടൊപ്പം അല്ലാതെ ഞങ്ങൾ വേറെ ആരോടെ കൂടെ നിൽക്കുക. ഒപ്പം ഞങ്ങൾക്ക് വലിയ ഒരു കരുത്തും സന്തോഷവുമാണ് റൂട്ട്സും MPRAKയും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇതൊരു വലിയ സംരംഭമായി കേരളത്തിലെന്നല്ല മലയാളികളുള്ള മുഴുവൻ നാടുകളിലും ഒരു സംരംഭമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഒപ്പം റൂട്ട്സിൻ്റെ പടയോട്ടത്തിനൊപ്പം ഞങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ വേദി, സിദ്ദീഖ് അടക്കമുള്ള വലിയ ആളുകൾ പങ്കെടുക്കുന്ന ഒരു വേദിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സിനിമയുമായിട്ട് ബന്ധമില്ലാത്തവരാണ്, സിനിമ ഭാഷ അറിയാത്തവരാണ്, ഞങ്ങൾക്കറിയാവുന്ന സംഘടനാ ഭാഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു വേദി ലഭിക്കുകയും നിങ്ങളെയൊക്കെ കാണാൻ കഴിയുകയും
ചെയ്തതിലുള്ള സന്തോഷം മൊബൈൽ ഫോൺ ഡീലർ അസോസിയേഷൻ ഓഫ് കേരളയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്കൊപ്പം നിങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂട്ടായ്മയുടെയും കലയുടെയും ഭാഷ ഒന്ന് ചേർന്ന് നല്ല വിസ്മയങ്ങൾ സമ്മാനിക്കാൻ റൂട്ട്സിന് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് സർ. ചലച്ചിത്ര ലോകത്തിന്റെ കലാലോകത്തിന്റെ എല്ലാം തിരക്കുകൾ വ്യക്തമായി അറിയാവുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചടങ്ങിന്റെ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തിരക്കുകൾ മാനിച്ചുകൊണ്ട് 2 വാക്ക് സംസാരിക്കാനായി പി ഉണ്ണികൃഷ്ണൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഞാനിപ്പോൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ് OTT വ്യവസായത്തിൻ്റെ സാധ്യതകൾ. അത് തിയേറ്റർ സംസ്കാരത്തിനെതിരാണ്. അങ്ങനെയുള്ള വളരെ ചൂടുപിടിച്ച ചർച്ചയുണ്ട്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതിന് നിൽക്കുന്നു. അപ്പോൾ അതും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് തോന്നുന്നത്. കാരണം നമ്മളെല്ലാവരും ഏറ്റവും ആകാംക്ഷയോടെ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചിത്രം തിയേറ്ററിലെത്താതെ OTT എത്തുകയാണ്. ജിത്തു സംവിധാനം ചെയ്ത ദൃശ്യം എന്ന് പറയുന്ന. അപ്പോൾ ഞങ്ങൾ സംവിധായകരുടെയും മറ്റ് സാങ്കേതിക പ്രവർത്തകരുടെയും കൂട്ടായ്മ ഈ വിഷയം പലപ്പോഴും ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ കോവിഡ് പോലൊരു പ്രതിസന്ധി വന്നപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞൊരു കാര്യം, തീർച്ചയായിട്ടും ബദൽ മാർഗങ്ങൾ നമ്മൾ തേടേണ്ടതുണ്ട് സിനിമ ആളുകളിൽ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയരാജ് ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ശത്രുതാപരമായ ഒരു മത്സരത്തിലല്ല പോകുന്നുള്ളത്, വളരെ സ്നേഹത്തിലും പരസ്പര ബഹുമാനത്തിലും ആദരവും കൊടുക്കുന്ന ഒരു സഹവർത്തിത്വത്തിലാണ് ഈ ഇൻഡസ്ട്രിയുടെ മുമ്പോട്ട് പോകുന്നതാണ് സത്യം. സാങ്കേതിക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, അഭിനേതാക്കളെ സംബന്ധിച്ചിടത്തോളം, കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം OTT ഒക്കെ തുറന്നു കൊടുക്കുന്നത് പുതിയ സാധ്യതകൾ. ആ സാധ്യതകളിൽ നിന്ന് നമ്മൾ മാറുന്നതിൻ്റെ കാര്യമില്ല. പക്ഷെ ചില ചിത്രങ്ങൾ തിയേറ്ററിൽ തന്നെ കാണേണ്ടതാണ് എന്നുള്ള യാഥാർത്ഥ്യവും സംവിധായകൻ എന്ന നിലയിലും സാങ്കേതിക പ്രവർത്തകർ എന്ന നിലയിലും പ്രേക്ഷകർ എന്ന നിലയിലും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഞാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം, ശ്രീ മോഹൻലാൽ നായകനായിട്ടുള്ള ചിത്രം ആറാട്ട് പോലെ ചിത്രം, എൻ്റെ എഴുത്തുകാരൻ മുരളീകൃഷ്ണൻ, ഞങ്ങളുടെ മുതൽ മുടക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് ചിത്രം തിയേറ്ററിലെത്തണം. തിയേറ്ററിൽ ആളുകൾ ഇറങ്ങി കയറി കാണുന്ന ചിത്രമാണ്. അതേസമയം ജയരാജ് ഇവിടെ സൂചിപ്പിച്ച പോലെ അർത്ഥവത്തായിട്ടുള്ള ഒരു കലാസൃഷ്ടികൾക്ക് ഒരു ബദൽ സാധ്യത തുറന്നു കൊടുക്കുന്ന റൂട്ട്സ് പോലൊരു സംരംഭത്തിന് എല്ലാ ആശംസകളും നേടുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നത് 99 ജലമർദ്ദനം എന്ന സിനിമ എഴുതിക്കൊണ്ടാണ്. ആ സിനിമ ഇന്നേ വരെ ഒരു തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിട്ടില്ല. 16 mm ഷൂട്ട് ചെയ്ത സിനിമ, നിരവധി പുരസ്കാരങ്ങൾ നേടിയ സിനിമ. അത് ഗ്രാമാന്തരങ്ങളിൽ കൊണ്ടു നടന്ന് ആളുകളെ കാണിച്ച ആളുകളാണ്. അന്ന് റൂട്ട്സ് പോലെ അർത്ഥവത്തായിട്ടുള്ള ഒരു ബദൽ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നെങ്കിൽ ആ സിനിമ കുറെ കൂടി ആളുകളിലേക്ക് എത്തുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടുകൂടി റൂട്ട്സിനെ രൂപകൽപ്പന ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയരാജിന്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും കഴിഞ്ഞ ആശംസകൾ എല്ലാം നന്നാവട്ടെ. ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ തിരക്കായതുകൊണ്ട് ഞാൻ ഉണ്ണികൃഷ്ണൻ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എന്തായാലും ഇവിടെ വന്നപ്പോൾ ഒരു നല്ല സംരംഭത്തിൻ്റെ തുടക്കമാണെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. ഈ റൂട്ട്സ് എന്ന OTT പ്ലാറ്റ്ഫോമിനെ പ്രേമനെ സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ലളിതമായ മനോഹരമായ ചില നിമിഷങ്ങളിലൂടെ നമ്മൾ കടക്കുന്നത്, വാതിലുകൾ തുറക്കുന്നത് മനോഹരമായ മറ്റൊരു കാലഘട്ടത്തിലേക്കാണ്. അത്തരം നിമിഷങ്ങൾക്കാണ് നമ്മൾ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മലയാള സാഹിത്യ കുലപതി, ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്, വാക്കുകൾക്ക് അതീതനായ ബഹുമാന്യൻ ശ്രീ MT വാസുദേവൻ നായർ അവർ റൂട്ട്സ് OTT പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്യുന്നു. സഹൃദയരുടെ, സുഹൃത്തുക്കളുടെ
റൂട്ട്സിനെ ആശംസിച്ച് സംസാരിക്കുവാൻ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള കുറച്ച് ബഹുമാന്യരെ ഞാൻ ഈ വേദിയിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ സിദ്ദീഖ് സർ. നമസ്കാരം. ഏതൊരു ചലച്ചിത്രകാരൻ്റെയും അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെയും സ്വപ്നം തൻ്റെ കലാസൃഷ്ടി അല്ലെങ്കിൽ തൻ്റെ കലാപ്രകടനം ഏറ്റവും കൂടുതൽ ആളുകൾ കാണുക എന്നുള്ളത് തന്നെയാണ്. സിനിമ സാമ്പത്തിക മുടക്കുള്ള ഒരു ഏർപ്പാടായതുകൊണ്ട് അത് മുടക്കുന്ന അയാൾക്ക് തിരിച്ച് പൈസ കിട്ടണം. ഒപ്പം അടുത്ത സിനിമ എടുക്കാനുള്ള പ്രചോദനമാകുന്നതിന് ലാഭം, ചെറിയ ലാഭം ഉണ്ടായാൽ വീണ്ടും ഈ ഇൻഡസ്ട്രിയിലെ പണം മുടക്കും. അതുകൊണ്ട് ഇതൊരു വ്യവസായമായി മാറുന്നു. ആ വ്യവസായ ഉദ്ദേശവും അവരുടെ ഉദ്ദേശവും ഇത് തന്നെയാണ്. തൻ്റെ ബിസിനസ് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നതിൻ്റെ മാർക്കറ്റ് വലിയ മേഖലയിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കലാകാരൻ്റെ സ്വപ്നവും അതിൽ പണം മുടക്കുന്ന ബിസിനസ്സുകാരൻ്റെ സ്വപ്നവും ഒന്നാകുന്നിടത്താണ് OTT പ്ലാറ്റ്ഫോമിൻ്റെ സക്സസ്. ഇതിന് ആരംഭം കുറിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വലിയ കാര്യത്തിൻ്റെ ഒരു ചെറിയ തുടക്കത്തിന് എൻ്റെ പ്രിയ സുഹൃത്തിനും ജയരാജനും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന് എല്ലാ ശക്തിയും നൽകുന്ന ഇതിൻ്റെ പിന്നണിക്കാർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. ആരാധനായ ബ്ലാസി സർ. നമസ്കാരം. വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് റൂട്ട്സിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സാരഥി ശ്രീ ജയരാജാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയുടെ കൂടെ സഹകരിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും അവസാനമായി വർക്ക് ചെയ്തത് ജയരാജനോടാണ്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു വലിയൊരു മാനസിക അടുപ്പം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റൂട്ട്സിൻ്റെ വേരുകൾ കിളിർത്ത് തുടങ്ങുമ്പോൾ മുതൽ ഞാൻ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും വളരെ ആശങ്കയോടുകൂടി, കാരണം സിനിമയുടെ ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ ഒരു മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരുപാട് വിമർശനങ്ങളും മറ്റു തരത്തിലുള്ള ആശങ്കകളും ഒക്കെയുണ്ട്. സിനിമ നമുക്കറിയാം, ഇവിടെ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ സിനിമ വഴിവിട്ട് മാറുകയാണോ തിയേറ്ററുകളിൽ നിന്നൊക്കെ എന്നുള്ള സംശയം. അവിടെയാണ് വ്യത്യസ്തമായ ഒരു സംസ്കാരം സിനിമയുടെ കാഴ്ചയിൽ. അല്ലെങ്കിൽ പലപ്പോഴും സിനിമകൾ തിയേറ്ററിൽ മാത്രം നമുക്ക് തിയേറ്ററിനെ മാത്രം കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള പല സിനിമകളും, അല്ലെങ്കിൽ പ്രദർശനത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രദർശനത്തിൻ്റെ വലിയ വിജയങ്ങൾ നേടുന്നതിന് മാത്രം കഴിയാതെ പോകുന്ന ഒരുപാട് ഇൻ്റർനാഷണൽ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള സിനിമകൾ, ഡോക്യുമെൻ്ററികൾ ഒക്കെ അത് ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയൊരു സാംസ്കാരികമായ ഒരു മുന്നേറ്റത്തിന് ഞാൻ മനസ്സിലാക്കുന്ന അത്തരത്തിലാണ്. ഒരു സാംസ്കാരികമായ ഒരു മുന്നേറ്റം പ്രകൃതിയെയും കലയെയും ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പുതിയൊരു കൾച്ചർ സിനിമയുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നതിനായിട്ട് റൂട്ട്സിന് കഴിയട്ടെ. അതിൻ്റെ എല്ലാ സാധ്യതകൾക്കും ആശംസിക്കുന്നു. താങ്ക് യു സർ. മാറ്റങ്ങൾക്ക് ചുവട് പിടിച്ച് മുമ്പോട്ട് നയിക്കുന്ന ശ്രീ ജിത്തു ജോസഫ് സർ. നമസ്കാരം. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. വന്ന് പേരും ഇതൊക്കെ വായിച്ചപ്പോൾ തന്നെ ഇതിലൊരു എന്താ പറയുക, ജയരാജ് ടച്ച് ഞാൻ ഇതിനകത്ത് കാണാൻ സാധിച്ചു. കാരണം എനിക്കതിനകത്ത് വലിയ അത്ഭുതമില്ല, കാരണം ഞാനത് എൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തിൽ ഞാൻ എന്നും കണ്ടിട്ടുള്ളത് കലയോടും സംസ്കാരത്തോടും ഉള്ള ഒരു സ്നേഹമുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹം പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ അത് ഇതിലും പ്രതിഫലിച്ച് കാണുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എല്ലാവരും തിയേറ്ററും ഇതുമൊക്കെ വലിയ പ്രശ്നമായിട്ട് ഇതിനെ കാണുന്നു. സത്യത്തിൽ അങ്ങനെയല്ല. തിയേറ്ററിൽ കാണേണ്ട സിനിമകൾ ജനങ്ങൾ തിയേറ്ററിൽ പോയി കാണും. OTTക്ക് OTTയുടേതായ സ്ഥാനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ OTT വന്നത് വളരെ ഗുണകരമായി എന്ന് വിശ്വസിക്കുന്നവരാണ്. കാരണം ഒത്തിരി ഫിലിം മേക്കേഴ്സ്, ഒരുപക്ഷെ ഞങ്ങൾ മുൻനിരയിലുള്ളേക്കാൾ കഴിവും പ്രാപ്തിയുമുള്ള ഒത്തിരി ചെറുപ്പക്കാർ അവസരങ്ങൾ കിട്ടാതെ അല്ല അവരുടെ ഐഡിയാസ് പലപ്പോഴും
ഒരു സിനിമയാക്കി കൊണ്ടുവരാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം പലപ്പോഴും തിയേറ്ററിൽ വരുമ്പോൾ വരുത്താനായിട്ട് സിനിമകളിൽ പല കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ചില ഐഡിയാസുകൾ എന്താ പറയുക, നമ്മൾ കോംപ്രമൈസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ വേണ്ട എന്ന് വെച്ച് അങ്ങനെ ശക്തമായ തീരുമാനമെടുത്ത് മാറിയിരിക്കുന്നവരൊക്കെ എനിക്കറിയാം. OTT ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ ഒരു പ്രചോദനമാണ്. കാരണം ഒന്നാമത് സെൻസർഷിപ്പ് ഇല്ല, രണ്ടാമത് ഈ പറയുന്നത് പോലെ സിനിമ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ ആയാല് തിയേറ്ററിൽ ഓടുള്ളൂ കളക്ഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രതിബന്ധങ്ങളൊന്നും ഇല്ലാതെ സ്വതന്ത്രമായിട്ട് സിനിമ നമുക്ക് അല്ലെങ്കിൽ ഏത് കലാരൂപമാണെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോംസ് ആണ് OTT. പക്ഷേ ഒത്തിരി OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അവസാനം കുറേ ഈ പറയുന്ന OTT പ്ലാറ്റ്ഫോംസിൽ വന്നിരുന്ന ഒരു പ്രശ്നം നമ്മൾ മലയാളികൾ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും മലയാള സിനിമ വരുമ്പോൾ നമ്മളെ അവർ കുറച്ച് താഴെയാണ്. കാരണം അവർ നോക്കുന്ന അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളും വലിയൊരു റീച്ചും വെച്ചിട്ട് നമ്മളെപ്പോഴും തഴയപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് അങ്ങോട്ട് പ്രോമിനൻസ് OTT കിട്ടുന്നില്ല. ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് റൂട്ട്സിൻ്റെ പ്രസക്തി. നമ്മൾ മലയാളികളുടെ സംസ്കാരവും മലയാളികളുടെ എന്താ പറയുക ഒരു താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ജയസാർ ഇതിൻ്റെ മുൻനിരയിലുള്ളതുകൊണ്ട് അത് തീർച്ചയായിട്ടും അത് സംരക്ഷിക്കപ്പെടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ റൂട്ട്സിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അതിനുവേണ്ടി പരിശ്രമിച്ച് ഇതിങ്ങനെ ഒരു സംരംഭം കൊണ്ടുവന്ന് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ അല്ലെങ്കിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം എൻ്റെ എല്ലാവിധ എന്താ പറയുക സപ്പോർട്ടും ഇതിനുണ്ടാവുമെന്ന് ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും എല്ലാം നന്നായി വരുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. സഹൃദയനായ യുവ സംവിധായകൻ സിദ്ധാർത്ഥ് ബർദൻ. നമസ്കാരം. ഇത്തരം ജയരാജ് സ്കൂളിലെ എൻ്റെ സീനിയറായ ജിത്തു പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റീജിയണൽ ഭാഷയ്ക്ക് ആക്ച്വലി മറ്റ് പ്ലാറ്റ്ഫോംസിൽ വലിയ വിലയില്ല. അത് ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഗുരുവിനെ ഇത് മുമ്പോട്ട് എടുത്തതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. സോ റൂട്ട്സ് വളർന്ന് പന്തലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. മലയാള സിനിമയിൽ ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതനായ ബാദുഷ. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ കലാകാരി നർത്തകി അശ്വതി. സിനിമയും പ്രകൃതിയും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പലപ്പോഴും ഒരു കലാകാരി എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കലയാണ് പലപ്പോഴും ചിലപ്പോൾ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നത്, പ്രത്യേകിച്ചും പെർഫോമിംഗ് ആർട്സ്. അങ്ങനെയുള്ള കലാരൂപങ്ങൾക്ക് ഒരു ചെറിയൊരു സ്പേസ് നൽകിക്കൊണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു OTT പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാവുകയാണ്. അതിൻ്റെ സ്രഷ്ടാക്കൾക്കും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികൾക്കും എല്ലാ ഭാവുകങ്ങളും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നൽകുന്നുണ്ട്. നന്ദി, നമസ്കാരം. നമ്മുടെ ബഹുമാനായ ഉദ്ഘാടകന്റെ മകളിൽ നിന്ന് അത്രയും സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് സന്തോഷം, സ്നേഹം. Now I would like to welcome Ms. Chandra. I'm sorry, Mr. Chandra. I'm really sorry. I think I'm the only non-Malayali here, having great influence of Malayalam culture and literature on me. I would like to thank Jairaj sir and to be a part of this journey. And in Nepal, our background is that I started a company, film sales company in Nepal. We have branches in 3-4 countries. So, he has given me responsibility to take this platform to the Nepal. So we have already done our homework. It's called Roots Nepal. We have started acquiring the cinema on a large scale. Because of the transactional complication in Nepal and the Reserve Bank of Nepal,
no international platform is there, like Netflix, Amazon. So it is always difficult people to watch. They have to ask their friend sitting abroad to do subscription. So Roots Nepal would be the only platform, arguably, where one can watch Nepal, the international content, along with a Nepalese movie as well. So for me, Roots was culture, Roots was relationship. From now, Roots got a new meaning called Roots Cinema. Thank you very much. Thank you, sir. ഭാഷയ്ക്കപ്പുറം കല ഒന്നാവുന്നത് സന്തോഷമുള്ള ഒരു കാഴ്ച തന്നെയാണ്. സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് തീർച്ചയായും ഒരു നിർമ്മാതാവ് തന്നെയാണ്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ വിനയൻ. നമസ്കാരം. ഇത് അൺഎക്സ്പെക്റ്റഡ് ആണ്. അങ്ങനെ ഒരു നിമിഷം സ്റ്റേജിൽ വരായിരുന്നു. ജയരാജ് സാറിൻ്റെ കൂടെ ലാസ്റ്റ് ഒരു പടത്തിൽ സഹകരിച്ചത് മാത്രമാണ് ഒരു എക്സ്പോഷർ. പക്ഷെ ഇങ്ങനൊരു സദസ്സിൽ ഇങ്ങനൊരു OTT പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സംസാരിക്കുവാൻ ഒരു അവസരം എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളെയും ഈ ഫീൽഡിലുള്ള ഭാരതന്മാരെയൊക്കെ കാണുവാനും പരിചയപ്പെടാനുള്ള കഴിച്ചിട്ടുണ്ട്. സാറിൻ്റെ കൂടെ ഈ ലാസ്റ്റ് ഒരു മൂവിയുടെ ഷൂട്ടിങ് കഴിഞ്ഞ ഒരു 10 ദിവസം ഞാൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സാർ സംസാരിച്ചതും ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ എനിക്ക് വന്നതും വളരെ സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണിത്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് അതിനൊന്നും പറയാനില്ല. എൻ്റെ എല്ലാവിധ ആശംസകളും ഈ സംരംഭത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ നിന്ന് ആശംസ കൊടുക്കേണ്ട ആവശ്യമില്ല. ജയരാജ് മാമയുടെ ഒരു ലോഞ്ചിൻ്റെ സമയത്ത് ഞാനിവിടെ എല്ലാവരെയും സ്വീകരിക്കാനാണ് നിൽക്കേണ്ടത്. എല്ലാവിധ ആശംസകളും. റൂട്ട്സ് എന്തായാലും ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് പോട്ടെ. എക്സ്ട്രീംലി ഹാപ്പി ടു ബി ഹിയർ. വിഷിംഗ് എവ്രിവൺ എ ഹെൽത്തി ഹാപ്പി ഡേ. റൂട്ട്സിന്റെ പ്രേരക ശക്തി വിദേശ മലയാളികളിൽ കലാസ്നേഹികളെ അടുത്തറിയുന്ന നമ്മുടെ പ്രിയങ്കരനായ മറ്റൊരു ഡയറക്ടർ ശ്രീ സേതു വാര്യരെ നന്ദി പ്രകാശിപ്പിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മഹാവ്യക്തികൾ, എൻ്റെ സഹോദരി സഹോദരന്മാർ, ലിസ്റ്റ് നീണ്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഏറ്റവും ആദ്യം കൃതജ്ഞത അറിയിപ്പിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പലരുടെയും കഠിനാധ്വാനവും തീവ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ഒരു വേദിയിൽ ഇത്രയും പേരോട് എത്തിച്ചേർന്നതിന് ഞാൻ ഏറ്റവും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ധാരാളം പേരുടെ പ്രാർത്ഥനകളുണ്ട് ഇതിൻ്റെ പിന്നിൽ. ധാരാളം പേരുടെ എന്താ പറയുക, മനസ്സിൻ്റെ ആ ഒരു അനുഗ്രഹാശികളുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ ഇതിൽ നന്ദി പറഞ്ഞുകൊള്ളു.